ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ അധിനിവേശങ്ങൾക്കിടയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഒരു പദ്ധതിയാണ് അമേരിക്കയും ഇസ്രായേലും കൂടി കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നിരുന്നു. ഇന്ന് ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ, കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണങ്ങൾ, അതിലുണ്ടായ നാശനഷ്ടങ്ങൾ, മരണങ്ങൾ, ഇത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. യുദ്ധം അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇറാനിൽ എന്ത് പരിഹാരമാണ് അമേരിക്ക ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് അവിടെയും ഒരു ചോദ്യചിഹ്നമാണ്. ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. റെജീം ചേഞ്ച് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് കാര്യത്തിന് ഉത്തരമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉത്തരമില്ല. അവർ സമ്പൂർണമായ നാശമാക്കി കളയും എന്നുള്ളതല്ലാതെ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇറാനിനെ ഈ രീതിയിൽ വ്യോമാക്രമണങ്ങൾ നടത്തി എന്തൊക്കെയാണ് ഇനി അടുത്ത പദ്ധതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരങ്ങളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അവിടെ ഉണ്ടാകുന്ന ഈ വിമത ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസ്ഥിരതയുണ്ടാക്കി രാജ്യത്തെ ഭരണം അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കുർദുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ഭരണ അട്ടിമറി നടത്താമെന്നാണ് അവർ കരുതുന്നത്. കുർദുകൾ എന്നുള്ളത്, അല്ലെങ്കിൽ കുർദുകൾക്ക് ആയുധം നൽകുക, കുർദുകൾ എന്നുള്ളത് അവർ തുർക്കി, സിറിയ, ഇറാഖ്, ഇറാൻ ഈ രാജ്യങ്ങളിലൊക്കെ അധിവസിക്കുന്ന ഒരു വിഭാഗമാണ്. സമാന്തരമായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സ്വതന്ത്ര അവകാശം വേണമെന്നും സ്വതന്ത്ര രാജ്യം വേണമെന്നുമുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. സദ്ദാമിന്റെ കാലത്ത് ഇവർ വംശഹത്യയ്ക്ക് വിധേയമായിട്ടുണ്ട്. സദ്ദാമിന്റെ ക്രൂരമായ നടപടികൾക്ക് വിധേയമായിട്ടുണ്ട്. സിറിയയിലാണെങ്കിൽ അവരും പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാല യുദ്ധങ്ങളിൽ ISIS-നെതിരെ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഒരു സമയത്തൊക്കെ അമേരിക്ക ഇവരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അമേരിക്ക പറഞ്ഞത് സിറിയയിൽ നിങ്ങൾക്കൊരു സമാന്തര രാഷ്ട്രം ഉണ്ടാക്കി തരാമെന്നാണ്. മറ്റൊരു ഭാഗത്ത് തുർക്കിയിൽ ഇവർ വിമത പ്രവർത്തനം നടത്തുന്നുണ്ട്. തുർക്കി അതിനെതിരെയുള്ള സൈനിക നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സിറിയയിലും ഇറാഖിലും ഇവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ തുർക്കി ആ കാര്യത്തിൽ ഇടപെടുകയും, കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടാം, അതിലേക്കുള്ള കാര്യങ്ങൾ എത്താം, ഭാവിയിൽ അത് തുർക്കിയെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലെത്താം. അങ്ങനെ വരുമ്പോൾ തുർക്കി ഇവിടെയുള്ള സൈനിക നടപടികൾ ഇവർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കക്ഷികളെ, ഇറാന്റെ ഒരു പ്രവിശ്യയിലാണ് ഇന്ന് അവരുള്ളത്, ആ ഇറാഖ് ബോർഡറിൽ നിന്നും ഇവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും ഇറാനെതിരെയുള്ള ഒരു ഭാഗത്ത് വ്യോമാക്രമണങ്ങൾ എയർഫോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക നടത്തുമ്പോൾ, ഇസ്രായേൽ നടത്തുമ്പോൾ, ബോംബർ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യോമാക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് കരയാക്രമണത്തിൽ ഈ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഇപ്പോൾ അതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇവരോടൊപ്പം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനികർ കരയാക്രമണത്തിന് ഇറാനിൽ ഇറങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവരെ സഹായിക്കാൻ അവർ കൂടെ കൂടുന്നു എന്നുള്ളത്. നിലവിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുർദ് ഗ്രൂപ്പുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇവരുടെ പദ്ധതികൾ വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും, കുർദുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിടിച്ചടക്കലുമാണ് അമേരിക്ക നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയാണ്. അതിനുശേഷം ഈ ഷാ പഹ്ലവിയുടെ പിൻതലമുറയെ അവരുടെ നാട്ടിൽ വന്നുകൊണ്ട് കുടിയിരുത്തുക എന്നുള്ളതാണ്. എങ്കിൽ പോലും കുർദുകൾ ഈ ചതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മുമ്പുള്ള അവരുടെ അനുഭവങ്ങൾ വെച്ച് ഇവർ ആ ചതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗത്തിനെ അട്ടിമറിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് അത് വലിയ ടാസ്ക്കാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ചെറിയ ഒരു പ്രവിശ്യന് ഇവർക്ക് കിട്ടിയെന്ന് വെക്കുക, മറ്റൊരു ഭാഗത്ത് ഇറാന്റെ സുസ്ഥിരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഇറാൻ എന്നുള്ളത് വിശാലമായ ഒരു രാജ്യമാണ്. അങ്ങനെയൊന്നും എളുപ്പത്തിൽ ഇത് നടപടിയാവുന്ന കേസല്ല. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ നിലവിൽ നടക്കുന്ന ആക്രമണങ്ങൾ എത്ര ദിവസത്തേക്ക് നീളും, ഇത് വർഷങ്ങൾ നീളുമോ എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ ആദ്യ ദിവസത്തെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മളും ഇത് പ്രതീക്ഷിച്ചതല്ല. ഇത്രയും വലിയ ആക്രമണങ്ങൾ എന്നുള്ളത് ഇറാൻ തിരിച്ചടിക്കുമോ, ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളത്. നമ്മൾ പരിമിതമായ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇത് അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. ചിലപ്പോൾ അമേരിക്കയും ഇസ്രായേലും അങ്ങനെ തന്നെയായിരിക്കാം കരുതിയത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. മുഴുവൻ സൈനിക ബേസുകൾ, മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക ബേസുകൾ, ഇസ്രായേലിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥലങ്ങൾ, ഇറാഖിലെ അവരുടെ വ്യോമതാവളങ്ങൾ, അതുകൂടാതെ സൈപ്രസ് അല്ലെങ്കിൽ
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും ഇവരുടെ സൈനിക ക്യാമ്പുകളെയൊക്കെ ലക്ഷ്യം വെക്കുന്ന രീതിയിലേക്ക് അത് മാറി. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 40-47 വർഷം കൊണ്ട് ഇറാൻ എന്നുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടായതിനു ശേഷം ഇറാൻ ഇതിനെക്കുറിച്ച് വിജിലൻ്റ് ആയിരുന്നു. ഇറാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയായിരുന്നു. കാരണം ഓരോ നാട്ടിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ എവിടെയാണ്, അവിടെ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, അതിനെ മറികടക്കാൻ വേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണ്, അത് നിർമ്മിക്കാൻ ഉതകുന്ന ചെലവ് എത്രയാണ്, ഇനി ഒരു യുദ്ധമുണ്ടായാൽ അത് എത്ര കാലം നീണ്ടു നിന്നാൽ എന്തൊക്കെയാണ് അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ടത്, ആക്രമണങ്ങളുടെ പരിധി ഏതൊക്കെയാണ്, എന്തൊക്കെ ഉപയോഗിച്ചാണ് ആക്രമിക്കേണ്ടത് എന്ന്. ഇപ്പോൾ നമ്മൾ ഈ ആക്രമണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കും. ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ എന്നുള്ളത് വലിയ മിസൈലുകളെ ഉപയോഗിച്ചാണ്. അതിൽ വലിയ ബഗർ ബസ്റ്റ് അല്ലെങ്കിൽ തുളച്ചു കയറുന്ന അത്യാധുനിക മിസൈലുകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. അതായത് ഏറ്റവും നൂതനമായ മിസൈലുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അറബ് രാജ്യങ്ങളിലേക്ക് എന്താണ് ഉപയോഗിക്കുന്നത്? അറബ് രാജ്യങ്ങളിലേക്ക് അത്രയും വലിയ മിസൈലുകൾ ഉപയോഗിക്കുന്നില്ല. പകരം കൂടുതലായിട്ട് ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. അറബ് രാജ്യങ്ങളിലെ ഇവരെ ബേസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതലും ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിന് അവിടെ ഇറാൻ ഒരു പരിധി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്രായേലിലേക്ക് കനത്ത വ്യോമാക്രമണം, അറബ് രാജ്യങ്ങളിലേക്ക് മറ്റൊരു തരത്തിലുള്ള ഡ്രോൺ ആക്രമണം. പ്രത്യേകിച്ചും ഇത് അമേരിക്കൻ സൈനിക താവളങ്ങളെ തന്നെയാണ്. അത് സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കേണ്ട താവളങ്ങളെ കുറച്ചും കൂടി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഇത് തുടർച്ചയായി നടത്തുകയാണ്. തുടർച്ചയായി നടത്തിക്കൊണ്ടാണ് ഇതിനെ ഇറാൻ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായി നടത്തുന്നത് കൊണ്ട് എന്താണ്? അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ താഡായാലും പാട്രിയറ്റ് ആയാലും അല്ലെങ്കിൽ അയൺ ഡോം ആയാലും നിരന്തരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അത് അവരുടെ ഈ പ്രതിരോധ സാമഗ്രികൾ അത് കുറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. മറ്റൊന്ന്, ഇനി ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ തന്നെ അതിനെ അതിജീവിക്കാൻ ഈ ഒരു നടപടികൾ കൊണ്ട് സാധിക്കും. ഹോർമിസ് കടലിടുക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയും ഇറാന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇറാനിയൻ കപ്പലുകളെയൊക്കെ ആക്രമിക്കാൻ അമേരിക്കക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നശീകരണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ശൈലിയാണ് ഇറാൻ പിന്തുടരുന്നത്. അപ്പോൾ അങ്ങനെ പിന്തുടരുന്നത് ഇവിടെ കരയാക്രമണം ഇനി ഈ വിഭാഗത്തെ, അതായത് ഈ പറഞ്ഞതുപോലെ കുർദ് വിഭാഗത്തെ കൊണ്ട് എന്തെങ്കിലും കരയാക്രമണം നടത്തുക എന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന നടപടികൾ കൊണ്ട് അതിനെ മറികടക്കാൻ നിലവിലുള്ള അവസ്ഥയിൽ ഇറാന് സാധിക്കും. അതായത് ഈ 45 വർഷത്തെ ഇറാന്റെ ചരിത്രം എന്നുള്ളത് പ്രതിരോധ സംവിധാനങ്ങൾ ഊർജ്ജമാക്കുന്നതും ആക്രമിക്കാൻ വേണ്ട മിസൈലുകൾ തയ്യാറാക്കുന്നതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ യുദ്ധം നടത്താമെന്ന് കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കുന്നതും ഓരോ രാജ്യങ്ങളിലും എന്ത് സ്ട്രാറ്റജികൾ തീരുമാനിക്കണം എന്നുള്ളത്, അമേരിക്കയും ഇസ്രായേലുമായിട്ട് വലിയ യുദ്ധം വന്നാൽ എന്ത് നയ സമീപനം സ്വീകരിക്കണം എന്നുള്ളത്, മറ്റുള്ള ഇവരുടെ സൈനിക താവളങ്ങളിൽ എത്ര പരിധിയിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കണം എന്നുള്ളത് ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നടപടികൾ എടുത്താൽ അതിനെയും പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ കാര്യത്തിലും പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അട്ടിമറിക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചു ഇപ്പോൾ ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാകാൻ. ഒന്നാമതായി ഇസ്രായേൽ അവിടെ പ്രതിരോധിക്കേണ്ടി വരുന്നു, അറേബ്യൻ രാജ്യങ്ങളെ അമേരിക്കയ്ക്കും പ്രതിരോധിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ബഹുമുഖങ്ങളായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവർക്ക് നടത്തേണ്ടി വരുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ചരക്ക് ഗതാഗതം സുഗമമായി നടക്കാത്ത പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ഗ്യാസിന് വർധനവ് വരുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മറികടക്കാൻ അമേരിക്കക്ക് ഇസ്രായേലിനും കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.